ഇത് നിയതമായ രീതികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് പോകുന്നത്. നിയതമായ രീതിയുടെ ഉപജ്ഞാതാവേ, തുടർന്നാലും ചിലരെ പ്രത്യേകമായി പറഞ്ഞു വിടുകയാണോ എന്നൊരു ശങ്ക. വേറെ ശങ്കയൊന്നും ഇല്ലല്ലോ അല്ലേ? പാവത്തിന്റെ മനസ്സിൽ മുഴുവൻ ശങ്കയാണ് കേട്ടോ. മോളും മരുമോനും എല്ലാം അടപടല ഇപ്പൊ പെട്ടിരിക്കുകയല്ലേ. ഈടിയുടെ കയ്യിൽ നിന്ന് എങ്ങനെ ഊരാം എന്ന ചിന്തയാണ് ഇപ്പൊ സകല നേരവും. ഏതായാലും വേഷം കെട്ടി അങ്ങനെ എങ്ങാണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാ കേട്ടോ ഈ ബാലഗോപാലൻ ചേട്ടൻ തട്ടി ഉണർത്തിയത്. നേരം കളയാതെ പെട്ടെന്ന് ബഹിഷ്കരിക്കും, അല്ലെങ്കിൽ ബാലഗോപാലൻ ചേട്ടൻ പിന്നെ അക്രമാസക്തനാവും. സഹകരിക്കാൻ ഞങ്ങൾ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടി മാത്രം ഒരു പ്രതിപക്ഷ നേതാവ്. ഏത് പാർട്ടിക്കാരാണെങ്കിലും കേട്ടോ, ഏത് പാർട്ടിക്കാരാണെങ്കിലും ശരി, ബഹിഷ്കരിക്കുന്നവർക്ക് ആ ദിവസത്തെ ഒരു ആനുകൂല്യവും കൊടുക്കരുത്. ഒരു സഭ നടക്കുമ്പോൾ സഭയിലെ അംഗങ്ങൾ അവിടെ ഇരുന്ന് സഹകരിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. ഇത് എപ്പോ നോക്കിയാലും അവരുടെ ഒടുക്കത്തെ ഒരു ബഹിഷ്കരണം. ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് ആവശ്യത്തിന് പന്തല് കെട്ടി പ്രസംഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, ഇപ്പോഴും നടത്തുന്നുണ്ട്. പിന്നെന്തിനാ ആ ലെവലിലുള്ള പ്രസംഗങ്ങൾ നടത്താൻ വേണ്ടി നിയമസഭയിലോട്ട് വരുന്നത്? ചുമ്മാ കടന്ന് വളവളാന്ന് പറയുക, മറ്റവർ കാര്യമായിട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ സഭ അങ്ങ് ബഹിഷ്കരിക്കുക. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. എന്തൊക്കെ പറഞ്ഞാലും പിണറായി വിജയന്റെ സമയം കൊള്ളാം. സതീശന്റെ വായിന്നും കേൾക്കണം, കൂടെ ഇരിക്കുന്ന ജൂനിയർ തരികളുടെ വായിന്നും കേൾക്കണം. ഒരു മന്ത്രി മറുപടി പറയുമ്പോൾ മറ്റൊരു മന്ത്രി എഴുന്നേറ്റിട്ട് ഈ പറയുന്ന മന്ത്രിക്ക് കഴിവില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ് അങ്ങേയറ്റത്തെ അപരാധം. അടുത്തത് വാങ്ങിക്കാൻ സമയമായി. ഇന്ന് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നിരവധി ആളുകൾ അതിനിടയിൽ ഇടപെട്ട് സംസാരിച്ചതിന്റെ റെക്കോർഡ് ഈ സഭയിലുണ്ട്. കിട്ടി. സതീശന്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളത് ചോദിച്ചു മേടിച്ചിട്ടുണ്ട്.